ഈ ബാഴ്സലോണയുടെ നഗരാസൂത്രണത്തിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് ബാഴ്സലോണ നഗരത്തിൻ്റെ പ്രധാന ഭാഗം ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ സ്കെയിൽ വെച്ച് വരച്ചതുപോലെ ഇങ്ങനെ സ്ട്രീറ്റുകൾ, അതിന് കുറുകെ അടുത്ത സ്കെയിൽ വെച്ച് വരച്ചതുപോലെ അവന്യൂകൾ, ഇതിനെല്ലാം ക്രോസ് ചെയ്തുകൊണ്ട് ഒരു ഡയഗണൽ അവന്യൂ ഉണ്ട്. ഈ നഗരത്തിൻ്റെ നേരെ ഡയഗണലായിട്ട് കടന്നു പോകുന്നു, കുറുകെ കടന്നു പോകുന്നു, ഏങ്കോണിച്ച് കടന്നു പോകുന്നൊരു. അപ്പം ഇതെല്ലാം കൂടെ ചേർന്ന് അതിമനോഹരമാണ്. ഇങ്ങനെ കെട്ടിടം പണിയാൻ പറ്റും, ഇങ്ങനെ ഒരു നഗരം ആസൂത്രണം ചെയ്യാൻ പറ്റുമോ, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ബാഴ്സലോണ നഗരം ആകാശത്തുനിന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ നോക്കുമ്പം നേർരേഖയിൽ സ്ട്രീറ്റുകൾ, ഒരു വളവും ചെരുവില്ല, അതിലുള്ള കെട്ടിടങ്ങൾക്കെല്ലാം ഒരേ ഉയരം, ആ ഉയരമില്ലെങ്കിൽ ചൂര് കെട്ടിടമില്ല, ആ ബ്ലോക്ക് തെറ്റി ചൂര് കെട്ടിടവും പണി വെച്ചിട്ടില്ല, ആ ചരട് പിടിച്ചതിൽ നിന്ന് 1 മില്ലിമീറ്റർ അകത്തോട്ടോ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു കെട്ടിടവും. എങ്ങനെയാണ് ഒരു നഗരം മുഴുവൻ ഇത്ര സിസ്റ്റമാറ്റിക്കായിട്ട്, ഇത്ര ഏകീകൃതമായി, ഇത്ര പ്രൊഫഷണലായിട്ട്, ഇത്ര കലാപരമായിട്ട് രൂപപ്പെടുത്തുന്നത്? നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കാണണമെങ്കിൽ ഈ ബാഴ്സലോണയിലൊക്കെ പോകണം. അവിടെയൊക്കെ ഒന്ന് നടന്ന് ഒരു 4 ദിവസം നടന്നു കഴിയുമ്പോൾ നഗരാസൂത്രണം എന്താണ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു നഗരം എങ്ങനെ ആസൂത്രണം ചെയ്യാൻ പറ്റി എന്നുള്ളതൊക്കെ മനസ്സിലാവും.